സർ, ഈ എല്ലാ വിറയലും ഈ പാർക്കിൻസൺസ് തന്നെയാണോ? അതൊരു കോമൺ ആയിട്ട് വരുന്നൊരു സംശയമാണ്. പല ആളുകൾക്കുള്ള സംശയമാണ്. അവരൊരു വിറയൽ കണ്ടു കഴിഞ്ഞാൽ ആദ്യമേ അവർക്ക് അറിയാവുന്ന പാർക്കിൻസൺസ് കുറിച്ചിട്ടാണ്. അതുകൊണ്ട് മിക്കവാറും ആളുകൾ എന്തെങ്കിലും രീതിയിലുള്ള വിറയൽ വരുമ്പോൾ അവരുടെ ആളുകൾക്ക് പാർക്കിൻസൺ ആണോ എന്നുള്ള സംശയം പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്. വിറയൽ പല തരം അസുഖങ്ങളുടെ നമ്മൾ വെറുതെ പേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിറയ്ക്കാം. ചില മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് ആയിട്ട് വരും. പലതരം മരുന്നുകളും, പ്രത്യേകിച്ച് നമ്മൾ സൈക്യാട്രി വിഭാഗത്തിൽ ഉപയോഗിക്കുന്ന പലതരം മരുന്നുകൾ, വയറിൻ്റെ വിഭാഗത്തിൽ ഉപയോഗിക്കുന്ന പലതരം മരുന്നുകളും നമുക്ക് വിറയലുണ്ടാക്കാം. പക്ഷെ ആ മരുന്നുകൾ നിർത്തുന്ന സമയത്ത് മിക്കവാറും ഈ വിറയലും മാറിപ്പോവാറുണ്ട്. ഏറ്റവും കൂടുതലായി നമ്മൾ കാണുന്ന വിറയലിൽ, അസുഖത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്ന വിറയലിനെ പറയുന്നത് എസെൻഷ്യൽ ട്രെമർ എന്നാണ്. എസെൻഷ്യൽ ട്രെമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പാർക്കിൻസൺസുമായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട്. എസെൻഷ്യൽ ട്രെമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും എടുക്കാൻ പോകുമ്പോൾ, നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോഴാണ് നമുക്ക് വിറയലുണ്ടാവും. അപ്പോൾ നമ്മൾ ഗ്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ആ ഗ്ലാസ് എടുക്കുമ്പോൾ വിറയ്ക്കുകയും ആ വെള്ളം തുളുമ്പിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ അനങ്ങാതിരിക്കുകയാണ്, വെറുതെ റെസ്റ്റ് ഇരിക്കുന്ന സമയമാണെങ്കിൽ വിറയിലോട്ടും ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പോകുന്ന സമയത്ത് അതിന് പോസ്റ്റൽ ട്രെമർ അല്ലെങ്കിൽ ആക്ഷൻ ട്രെമർ നമുക്ക് പറയും. എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വിറയലിനെയാണ് നമ്മൾ പോസ്റ്റൽ ട്രെമർ എന്ന് പറയുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എസെൻഷ്യൽ ട്രെമർ എന്ന് പറയുന്ന അസുഖമാണ്. അത് പാർക്കിൻസൺ അസുഖത്തെ പോലെ അത്ര കുഴപ്പമുണ്ടാക്കുന്ന അസുഖമല്ല. വിറയലിന് തന്നെ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ആളുകൾക്കും ഇമ്പ്രൂവ്മെൻറ്റും മിക്കവാറും ആൾക്കാർക്ക് കിട്ടാറുണ്ട്. പാർക്കിൻസൺ ട്രെമറിൻ്റെ വിറയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കുന്ന സമയത്താണ് വിറയ്ക്കുക. അതും ഈ എസെൻഷ്യൽ ട്രെമർ രണ്ട് സൈഡിലും ഒരേപോലെ വിറയലുണ്ടാവും മിക്കവാറും ആളുകൾക്ക്. പക്ഷേ പാർക്കിൻസൺ അസുഖമാണെങ്കിൽ ഒരു സൈഡിലാണ് തുടങ്ങുക. വെറുതെ ഇരിക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങും. നമ്മളെന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വിറയൽ മാറും ചെയ്യും. മറ്റേ അസുഖത്തിന് എങ്ങനെയായിരുന്നു, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് വിറയൽ വരും, നമ്മൾ അനങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാൽ വിറയൽ ഉണ്ടാവില്ല. പാർക്കിൻസൺ അസുഖത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് വിറയലുണ്ടാവും. അവരുടെ റിജിഡിറ്റി എന്ന് പറയും, അവരുടെ ജോയിൻറ്റ്സ് നമ്മൾ അനക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഭയങ്കര സ്റ്റിഫായിരിക്കും, നമുക്കത് അത്ര പെട്ടെന്ന് ഇളക്കാൻ പറ്റില്ല. ഇപ്പോൾ വളരെ സ്ലോനെസ്, റിജിഡിറ്റി, ട്രെമർ, പിന്നെ ചില ആൾക്കാർക്ക് ബാലൻസ് പോവാം. അപ്പോൾ അവർ നടക്കുന്ന സമയത്ത് അവർ കൈയും കാലൊന്നും വീശില്ല, അവർ പതുക്കെ നടക്കുള്ളൂ. മറ്റേ എസെൻഷ്യൽ ട്രെമറുള്ള ആൾക്കാർ സാധാരണ പോലെ നടക്കും. ഈ പാർക്കിൻസൺസുള്ള ആൾക്കാരെല്ലാം വളരെ സ്ലോ ആയതുകൊണ്ട് അവർ അസോസിയേറ്റ് മൂവ്മെൻറ്റ്സ് എന്ന് പറയും. നമ്മൾ കൈയും കാലും വീശി നടക്കുന്നൊക്കെ കൈൻ്റെ അസോസിയേറ്റ് മൂവ്മെൻറ്റ്സ് ഒക്കെ കുറയും. അപ്പോൾ ഈ റെസ്റ്റിലുള്ള ട്രെമർ പാർക്കിൻസൺസ് അസുഖത്തിനും, നമ്മൾ പോസ്റ്ററിൽ അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തുള്ള ട്രെമറിനെ എസെൻഷ്യൽ ട്രെമർ എന്നും പറയും.